ചന്ദ്രന്റെ ചായക്കട അറിയോ? രാവിലെ നല്ല പുഴുക്കും മീൻ പൊരിച്ചും പത്തിരിയും ഒക്കെ ഇട്ട് നമ്മുടെ ചന്ദ്രന്റെ ചായക്കട അതിന് തൊട്ടടുത്ത് അല്ല, അവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിയിട്ട് കോഴിക്കോട് വയനാട് റോഡ് എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ ചെലവൂർ മെയിൻ റോഡിൽ നിന്ന് 400 മീറ്റർ മാറി 1800 സ്ക്വയർ ഫീറ്റിൽ 5 സെന്റിൽ 3 ബെഡ്റൂമിൽ പണി കഴിപ്പിച്ചിരുന്ന ഈ വീടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഒരു 70% വർക്ക് കംപ്ലീറ്റ് ആയി. വീടിൻ്റെ അകത്തേക്ക് കയറി വരുമ്പം സ്ലൈഡിങ്ങും ഫോൾഡബിൾ ആയിട്ടുള്ള ഗേറ്റ് ആണ് ഈ കാണുന്നത്. ഒരു 2 വണ്ടികൾ പാർക്ക് ചെയ്യുന്ന തരത്തിലുള്ള സ്പേസ് നമുക്ക് ഈ മുറ്റത്ത് കാണാനായിട്ട് സാധിക്കും. നേരെ കയറി വരുന്നത് സിറ്റ് ഔട്ട് സ്പേസിലേക്കാണ്. ഒരു സ്ക്വയർ ഷേപ്പിലാണ് സിറ്റ് ഔട്ട് സ്പേസ് വരുന്നത്. അവിടുന്ന് നേരെ അകത്തേക്ക് വരുമ്പം ലിവിങ് സ്പേസ് ആണ് ഈ കാണുന്നത്. അത് ഡബിൾ ഹൈറ്റിൽ ചെയ്തിരിക്കുന്നത് കൂടുതൽ സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അവിടുന്ന് നേരെ ഒരു സെപ്പറേഷനോട് കൂടിയിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്ക് വരുന്നത്. ഡൈനിങ് സ്പേസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് സ്പേസ് ആണ്. ഡൈനിങ് സ്പേസ് തന്നെ ഒരു വാഷ് ബേസിൻ കൗണ്ടറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് തന്നെയാണ് ഒരു ഓപ്പൺ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന കിച്ചണും ചെയ്തിരിക്കുന്നത്. കിച്ചണിലെ കബോർഡ് വർക്ക് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിനോട് അറ്റാച്ച് ആയിട്ട് തന്നെ ഒരു ചെറിയ വർക്ക് ഏരിയ സ്പേസും പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഓപ്പൺ വെല്ലും നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം രീതിയിലാണ് ബെഡ്റൂമുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് എന്ന് പറയുന്നത് 14x14 ആണ്. ഇവിടുത്തെ 3 ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയറിന്റെ പൊസിഷൻ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഏരിയ തന്നെയാണ്. ഡൈനിങ് ഏരിയയും ബെഡ്റൂം എല്ലാം ഫോൾ സീലിംഗ് കൊടുക്കുന്നത് വീടിനെ കൂടുതൽ മനോഹരമാക്കുകയാണ്. കൂടാതെ ഓപ്പൺ ടെറസിലേക്ക് പോകാനായിട്ട് ഒരു ടവർ റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കും അടിപൊളിയായിട്ടുള്ള ഈ വീടിന് ഓണർ ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 75 ലക്ഷം രൂപയാണ്. അതും നെഗോഷ്യബിൾ ആയിട്ട് റേറ്റ് ആണ്. ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീൻ കാണുന്ന മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക.